ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ചപ്പാത്തി മേക്കിംഗ് വീഡിയോ ആണ്. അപ്പം ചപ്പാത്തി ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോതമ്പ് പൊടി 1.5 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്, വെള്ളം 1/2 കപ്പ്. അപ്പം നമ്മൾ ഗോതമ്പ് പൊടിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല രീതിക്ക് ഇളക്കി മിക്സ് ചെയ്യുക. അപ്പം ആദ്യം നമ്മുടെ കയ്യിലൊക്കെ നല്ല രീതിയിൽ ഒട്ടും. പിന്നെ നമ്മളതിനെ കണ്ടിന്യൂ ആയിട്ട് നീഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം നീഡ് ചെയ്ത് ഈ ഗോതമ്പ് നമ്മുടെ കയ്യിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ഒരു പരുവം വരും. അതുവരെ നല്ല രീതിയിൽ നമ്മൾ നീഡ് ചെയ്തുകൊണ്ടിരിക്കണം. നീഡ് ചെയ്യുന്നതിന് എത്രത്തോളം നമ്മൾ നീഡ് ചെയ്യുന്നു അത്രത്തോളം നമ്മുടെ ചപ്പാത്തി നല്ല സൂപ്പർ സോഫ്റ്റായി വരും. ചിലർ ചൂടുവെള്ളം എന്ന് പറയും, പക്ഷെ ഞാൻ നോർമൽ വെള്ളം വെച്ച് തന്നെയാണ് ചപ്പാത്തി നീഡ് ചെയ്തെടുത്തത്. പക്ഷേ ഈ നീഡ് ചെയ്യാൻ കുറച്ച് കൂടുതൽ സമയം എടുത്ത് നമ്മൾ നല്ല രീതിയിൽ നീഡ് ചെയ്യുകയാണെങ്കിൽ അത്ര നല്ല ചപ്പാത്തി നമുക്ക് കിട്ടും. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടല്ലോ, എൻ്റെ വിരൽ നല്ല സൂപ്പർ സോഫ്റ്റായിട്ട് ഡവ്. നമ്മളതിനെ അങ്ങനെ വെച്ചേക്കുക. ഇനി നമ്മൾ ഈ ചപ്പാത്തിയുടെ ഡവ് 15 തൊട്ട് 30 മിനിറ്റ് വരെ ശകല എണ്ണ തൂകി റെസ്റ്റ് ടൈമിന് വേണ്ടി വെക്കുക. ഈ ഒരു സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 15 മിനിറ്റ് കഴിഞ്ഞ് കുഞ്ഞു ഉരുളകളാക്കി എടുത്ത് ഇതിനെ നമ്മുടെ ചപ്പാത്തി പരത്തുന്ന ഇതിലേക്ക് നല്ല രീതിക്ക് ഉരുട്ടി എടുക്കും. അപ്പം ബിഗിനേഴ്സിനൊക്കെ ഇത് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ പതുക്കെ നമുക്കിത് ശരിയാക്കി എടുക്കണം. പിന്നെ ഈ ഒരു സ്റ്റെപ്പ് എല്ലാവർക്കും പ്രൂവ് ആവാൻ പറ്റത്തില്ല, പക്ഷെ പതുക്കെ നമ്മളതിൽ എക്സ്പേർട്ട് ആയിക്കോളും. അങ്ങനെ നമ്മൾ ഈ നല്ലപോലെ ചപ്പാത്തി റൗണ്ടാക്കി ഉരുട്ടിയെടുത്തതിന് ശേഷം നമ്മുടെ ചപ്പാത്തി റെഡിയായി. ഇതിനൊരു അത്യാവശ്യം തിക്നെസ് വെക്കണം. ഭയങ്കര തിന്നുമല്ല, ഒത്തിരി തിക്കുമല്ല. ആ ഒരു രീതിക്ക് വേണം നമ്മുടെ ചപ്പാത്തി നമ്മൾ പരത്തിയെടുക്കാൻ. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ ഈവനായിട്ട് കുക്കായി കിട്ടത്തുള്ളൂ. 4 ചുറ്റിന് ശരിക്കുള്ള ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലത്തെ തിക്നെസ് മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ചപ്പാത്തി കിട്ടും. ചപ്പാത്തി തവയിലോട്ട് വെച്ച് നല്ല ചൂട് തവയിലോട്ട് വെച്ച് മറിച്ചും തിരിച്ചും ഇട്ട് 2 സൈഡും കുക്ക് ചെയ്തെടുക്കും. അതിൻ്റെ ഇടയ്ക്ക് ഒരു സ്പാച്ചുല വെച്ച് നമ്മളിതിനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് കാണാം കുമ്മളകൾ പൊങ്ങി വരുന്നത്. ആദ്യത്തെ 5 സെക്കൻഡിൽ തന്നെ നമുക്ക് കാണാം കുഞ്ഞു കുമ്മളകൾ വരുന്നത്. അപ്പോഴാണ് നമ്മൾ ഫസ്റ്റ് തിരിച്ചിടേണ്ടത്. അങ്ങനെ 2 സൈഡും കുക്ക് ചെയ്തിരിക്കുക. ഇപ്പം ഈ കാണുന്ന രണ്ട് സൈഡും ഒരുവിധം കുക്കായതിന് ശേഷം നിങ്ങൾ ഗ്യാസിലോട്ട് ഡയറക്റ്റ് ഈ ചപ്പാത്തി വെക്കുകയാണെങ്കിൽ നല്ലപോലെ പൊന്തി വരും. അതിനാണ് ഫുൽക്ക എന്ന് പറയുന്നത്. അല്ലെ നമ്മൾ 2 സൈഡും ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മുടെ ചപ്പാത്തി പൊങ്ങി കിട്ടും. നല്ലപോലെ കുക്കായതിന് ശേഷം 2 സൈഡിലും എണ്ണ തടവി നമുക്ക് നമ്മുടെ ചപ്പാത്തി ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. ഇപ്പം നമ്മുടെ ചപ്പാത്തീസ് റെഡിയാണ്. ഇതുപോലെ എല്ലാ ചപ്പാത്തീസും ചുട്ടെടുക്കാം. ഇതിപ്പോൾ ഞാൻ രണ്ടാമത്തെ ചപ്പാത്തി ഓയിൽ പുരട്ടുക. അങ്ങനെ മറിച്ചും തിരിച്ചു വിട്ട് സൂപ്പർ സോഫ്റ്റ് ചപ്പാത്തി. ഇത് നിങ്ങൾ പിറ്റേന്ന് എടുക്കുകയാണെങ്കിൽ നല്ലപോലെ സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. എണ്ണ തടവി വെക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നിങ്ങൾക്ക് ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യണം.